ദിസ് ഈസ് ദേവ്ന ഹിയർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി കുറച്ച് ഭാഗങ്ങളെ ഇന്ന് കാണിക്കുന്നുള്ളൂ, കാരണം മൊത്തം കാണിക്കുന്നെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ വേണ്ടി വരും. അത്രത്തോളം ഉണ്ട് യൂണിവേഴ്സിറ്റി. സോ കാണാം. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ പോണ്ടിയോ ബിൽഡിംഗ്. യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ വേണ്ടി ഇവിടുന്ന് സ്റ്റെയേഴ്സ് ഉണ്ട്. പിന്നെ പോണ്ടിയോ ഈ ബിൽഡിംഗ് ത്രൂ നമുക്ക് ലിഫ്റ്റിൽ കൂടി മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ സ്റ്റെയേഴ്സ് കയറണമെങ്കിലും കുറച്ചും കൂടി ഈസി ഈ പോണ്ടിയോ ത്രൂ നമ്മൾ ലിഫ്റ്റിൽ പോകുന്നതാണ്. എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, കാരണം ഭയങ്കര പൊക്കത്ത് യൂണിവേഴ്സിറ്റി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സ്റ്റെയേഴ്സ് കയറി പോകാൻ വല്ലാണ്ട് അടക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ ഭാഗത്ത് കൂടിയാണ് പോകുന്നത്. സോ ഞാനും ആ ഭാഗത്തുകൂടി അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി. നമുക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ കയറാം. ഓക്കെ, രശ്മി കം ഓൺ. നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ടെറസ് കഫേ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കഫേ ഉണ്ട്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി കഫേയാണ്. നമുക്കൊരു 2 അല്ലെങ്കിൽ 3 പൗണ്ടിന് ഇവിടുന്ന് ഫുഡ് കിട്ടും. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ഞങ്ങളും കഴിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടതാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറി. യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ മാത്രമല്ല പൊക്കത്തും ലൈബ്രറി ഉണ്ട്. 2 ലൈബ്രറി ഉണ്ട്. അതാണ് കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗി.
പിന്നെ ഇവിടെ ബുക്സ് എടുത്തതിന് ശേഷം തിരിച്ച് വെക്കുന്നതും തിരിച്ചെടുക്കുന്നതുമായിട്ടുള്ള മെഷീനുണ്ട്. ഇവിടെ അങ്ങനെ ആൾക്കാർ ഒരു ലൈബ്രറിയിലായിട്ട് ഇരിക്കുന്നില്ല. ഇതാണിത്. പിന്നെ ഈ മെഷീൻ കണ്ടോ, ഇത് നമ്മൾ ഈ ലൈബ്രറിയിൽ നിന്ന് എന്തെങ്കിലും ബുക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബുക്സ് തിരിച്ച് റിന്യൂ ചെയ്യത്തില്ലേ, അതിവിടെ കേട്ടോ. അല്ലാതെ ഇവിടെ ലൈബ്രറിയിലായിട്ട് ഒരു പ്രത്യേകമായിട്ട് ആളെ ബുക്സ് എടുക്കാനൊന്നും ഇരിക്കുന്നില്ല. നമ്മൾ ഈ മെഷീൻ ത്രൂ ആണ് ബുക്സൊക്കെ തിരിച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് കാര്യങ്ങൾ. ഇതിൽ ഇറങ്ങി ഇനി അടുത്ത സെക്ഷൻ കാണിക്കുന്നത് IT സെക്ഷനാണ്. ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും. കാണാം. ാണ് യൂണിവേഴ്സിറ്റി IT സെക്ഷൻ. ഇവിടെയാണത്. നമുക്ക് വന്ന ടൈമിൽ ID കാർഡൊക്കെ കിട്ടിയത് ഇവിടെ നിന്നാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ ദിവസം എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവരപ്പം തന്നെ അത് ശരിയാക്കി തരും. എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കൊരു വിത്തിനൊരു 5 മിനിറ്റ്സിൽ തന്നെ അവർ ശരിയാക്കി തന്നു. അത്രയ്ക്കും പെട്ടെന്ന് തന്നെ അവർ ഭയങ്കര റെസ്പോൺസിബിളാണ് കാര്യത്തിൽ. അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരും. കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ മിഡിൽ പോർഷനാണ്. ഇത്രയും സ്പേസ് ഇവിടെ വെറുതെ കിടക്കുക കേട്ടോ. കാരണം ഇവിടെ ഇവർ എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അത് നടത്തുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവരിവിടെ സെറ്റൊക്കെ ഇട്ട് എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഇവിടെ നടത്താറുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വർക്ക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ വന്ന് കഴിക്കുന്നത് കാണാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് മെയിൻ ആർട്സ് ബിൽഡിംഗ് ആണ്. ഇവിടെ കുറേ പിള്ളേരുടെ ക്ലാസ്സുകളും പിന്നെ ഇവിടെ ഇവിടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ താമസിക്കുന്നവരുടെ കുറേ ഫണ്ടിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ട്യൂഷൻ ഫീ ഒക്കെ അടയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ക്ലാസ്സൊക്കെ നടക്കുന്നത് ഈ ബിൽഡിങ്ങിലായിട്ടാണ്. സോ നമുക്കത് കാണാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്ഥലം ഒരു PJ ഹാളിനോട്ട് ഇവിടെ മെയിൻ ആർട്സ് ബിൽഡിംഗ് തന്നെയാണ് ഇതുള്ളത്. എൻ്റെ മോസ്റ്റ് ഓഫ് ദി ക്ലാസ് നടക്കാറുള്ളത് ഇവിടെ തന്നെയാണ്. എനിക്ക് വന്ന കാലം തൊട്ടത് ഫസ്റ്റ് സെം ഇപ്പോൾ നടന്നിരിക്കുന്ന സെക്കൻഡ് സെം വെച്ച് നടക്കുന്ന ഇവിടെയാണ്. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് സെമിനി നടക്കുന്ന ഇവിടെ തന്നെയാണ്. സോ ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ല, ക്ലാസ്സൊക്കെ കഴിഞ്ഞു. സോ ഇനി മെയിൻ ആർട്സ് ബിൽഡിങ്ങിലെ മെയിൻ സെക്ഷനിലേക്ക് പോകാം. നിങ്ങൾ ഈ ബുക്ക് കണ്ടോ? ഈ ബുക്കിലുള്ളത് 1888 തുടങ്ങി 1996 വരെയുള്ള ഈ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി വിസിറ്റേഴ്സാണ്. അത് 100 കണക്കിന് ആൾക്കാരുണ്ട്. റോയൽ ഫാമിലിയിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ലോകത്തിൽ നിന്ന് മുക്കിലും മൂലക്കുള്ള കുറേ ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ വെച്ചിരിക്കുന്നത്. ഇത് കാരണം യൂണിവേഴ്സിറ്റി പണ്ട് തൊട്ടേ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. സോ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു സംഭവം, ബസ്സിൻ്റെ ടൈം വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഓരോ ബസ് സ്റ്റോപ്പിനും ടൈം വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ലാൻഡോറിനോ ബാംഗ്ലൂർ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വരാനുള്ള ടൈമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. സ്റ്റുഡൻസിന് ഇപ്പോൾ ചിലർ അറ്റത്തിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും, ചിലർ ഇവിടെ തന്നെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് സമയമൊന്നും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പിള്ളേർ ഇവിടെ വന്ന് നോക്കിയിട്ട് ബസ് കയറി പോകാൻ പറ്റും. ഓക്കെ, മെയിൻ ആർട്സ് ബിൽഡിങ്ങിലെത്തി. ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം മെയിൻ ആർട്സ് ബിൽഡിങ്ങിലെ ലെക്ചർ തിയേറ്ററാണ്. ഇവിടെയും ഞങ്ങൾക്ക് ക്ലാസ് നടക്കാറുണ്ട്. ഇവിടെ 2 മെയിനായിട്ട് ഹാളുള്ളത്, PJ ഹാളും പിന്നെ മെയിൻ ആർട്സ് ബിൽഡിങ്ങിൻ്റെ ഈ ലെക്ചർ തിയേറ്ററും. ഇവിടെ ഉണ്ട്. പിന്നെ പൊക്കത്തും കുറേ ക്ലാസ്സുണ്ട്. ഇപ്പോൾ കുറേ ഇന്നതിൽ ക്ലാസ് നടത്തുകൊണ്ടിരിക്കുന്നു. അവിടെ പോകാൻ പറ്റത്തില്ല. സോ ലിഫ്റ്റ് ത്രൂ നമുക്ക് പോവുകയും ചെയ്യാം, പിന്നെ സ്റ്റേഴ്സും നമുക്ക് പോവുകയും ചെയ്യാം. ഇവിടെയാണ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും പോയി. 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇന്ന് എവിടെയായിരുന്നു ക്ലാസ്, അതിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി.
യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർനാഷണൽ ഓഫീസിലേക്കാണ്. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. സോ അവർക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അങ്ങോട്ട് പോകും. ഓക്കെ. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ ഉള്ളതും യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അവർ ഡിഫറെൻറ്റ് ബിൽഡിങ്സിലായിട്ടാണ് ഓരോരുത്തരുടെ ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇരിക്കുന്നത്, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ ഇൻ്റർനാഷണൽ ഓഫീസ് കുറച്ചടുത്താണ്, കുറച്ച് നടക്കാൻ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ഓഫീസിൽ വന്നത് എനിക്ക് DBS അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DBS ഇവിടെ എനിക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ആ സാധനം വേണം. അപ്പോൾ അതിന് ഒരു ബൾക്ക് എമൗണ്ട് ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഈ സ്റ്റുഡൻറ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണെന്നുള്ള രീതിക്ക് നമുക്ക് DBS അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടും. അതിനു വേണ്ടി ഞാൻ വന്നത്. പക്ഷേ ഇവിടുത്തെ മാനേജർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഒരു 10 മണിയാകുമ്പോൾ വരാൻ. അപ്പോൾ മാസൽ എന്ന് പറയുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നാളെ ഒന്നുകൂടി വരേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വൈകുന്നേരമായി. അപ്പോൾ പുള്ളിയൊക്കെ പോയെന്ന് തോന്നുന്നു. സോ നാളെ വരേണ്ടി വരും. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഇതാണ് ഫ്രണ്ട് ഭാഗം. പക്ഷേ ഇവിടെ നിന്ന് മെയിനായിട്ട് എൻട്രൻസ് ഇല്ല. അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ അതോട്ട് കയറുന്നത്. പിന്നെ ഇറങ്ങണതും അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെയാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്കില്ല. ഞങ്ങൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി വന്ന ടൈമിൽ ഇവിടെയാണ് എൻട്രൻസ് എന്ന് കരുതി ഇവിടെ കുറേ തപ്പിയായിരുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് സൈഡിൽ നിന്നാണ്, ഫ്രണ്ടിൽ തന്നെ ഇല്ല. പിന്നെ ക്ലാസ്സുകളും ഈ ഫ്രണ്ടിൽ തന്നെ ഇല്ല. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഉള്ളത് കഫേയാണ്. 2 കഫേ ഉണ്ട്. ഒരെണ്ണം ട്യൂട്ടേഴ്സിനാണെന്ന് തോന്നുന്നു, മറ്റേ കഫേയിലാണ് സ്റ്റുഡൻസ് ഒക്കെ കയറുന്നത്. ഇപ്പോഴത്തെ ആരും കയറുന്ന കണ്ടിട്ടില്ല. അതിൻ്റെ ഇതെന്താണെന്ന് അറിയത്തില്ല. സൈഡിൽ കൂടെയാണ് മെയിനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഒരു പൊക്കത്തിലാട്ടോ. കാരണം ഒരു കുന്നിൻ്റെ പൊക്കത്തിൽ യൂണിവേഴ്സിറ്റി ഏറ്റവും ഹൈറ്റിൽ. ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം അടിയില്ല. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റി മൊത്തം കാണാൻ പറ്റും. അങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ഇപ്പം കാണുന്ന ഈ കളറൊന്നും അല്ല കേട്ടോ. രാത്രിയാകുമ്പോൾ ഗോൾഡൻ കളറാവും. കാരണം ഇവരിവിടെ നിന്ന് ഒരു യെല്ലോ ലൈറ്റ്സ് രാത്രി എല്ലായിടത്തും ഓരോ ഭാഗത്തും യൂണിവേഴ്സിറ്റി മേലെ കടിക്കും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒരു ഗോൾഡൻ കളറായിട്ട് കാണുന്നു. നൈറ്റിലുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ പെടുന്ന കേട്ടോ. സോ അത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുക. കാരണം ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി പുറത്തോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ഞാൻ കയറുന്നത്, പിന്നെ ഇറങ്ങുന്നത് ഈ വഴിക്കാം. ആ ഭാഗത്തും ഇറങ്ങാം, പക്ഷേ ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ വഴി കാണിക്കാൻ വേണ്ടി കാണിക്കും. ഇവിടെ ഓട്ടം സീസൺ ആണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടോ. ഈ ഇലയൊക്കെ പൊഴിയാൻ നിൽക്കുക. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ മൊത്തം പൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ വന്നിട്ട് വീണ്ടും പൊഴിയാൻ നിൽക്കും. ഓട്ടോ ആയതുകൊണ്ട് നിലത്ത് മൊത്തം കുറേ കൊഴിഞ്ഞ് കിടന്നിട്ടുണ്ട്. പൊയ്യുക രണ്ട് വാക്കാണ് അവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നത്.
ഇത് മൊത്തം കല്ലാട്ടോ. ഭയങ്കര തണുപ്പ്. ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും തണുപ്പൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഭയങ്കര തണുപ്പ് ഉറഞ്ഞതിരിക്കുന്നത്. നമുക്ക് പുറത്തോട്ട് വരണം. ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി പൊക്കത്തോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നിന്നിട്ട് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചിറങ്ങിയാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കാണിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് അപ്കമിങ് വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഐ നീഡ് യുവർ സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിങ്സ്. സോ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.